സംസ്ഥാനത്തെ കാട്ടാന ആക്രമണം ഒരു തുടർക്കഥയായി മാറുകയാണ്. പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ വനംവകുപ്പ് തീരുമാനിക്കുന്നു. വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്നലെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ആക്രമണങ്ങളിൽ മരിക്കുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകാനും നടപടി സ്വീകരിക്കും. സൂര്യനെല്ലിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന മാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. നഷ്ടപരിഹാരം ഇന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. ടി വി പ്രസാദും സജോ ദേവസിയും ചേരുന്നു. ആദ്യം ടി വി പ്രസാദിലേക്കാണ്. പ്രസാദ്, വന്യമൃഗ ആക്രമണം നമ്മുടെ സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷ പ്രശ്നമായി ഇപ്പോഴും തുടരുകയാണ്. അതിൽ എന്ത് പരിഹാരം പുതിയ സർക്കാർ വരുമ്പോൾ ഉണ്ടാകുമെന്നതടക്കം നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു വലിയ വിഷയമാണ്. അത് സംബന്ധിച്ച് ഇപ്പോൾ രാഷ്ട്രീയ പരസ്പരം ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ ഉന്നയിക്കുന്നുണ്ട്, വളരെ കാലതാമസം എടുത്തുള്ള പദ്ധതികളാണ് എന്നൊക്കെ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു മരണം അത് തുടർച്ചയായി സംഭവിക്കുന്ന ഘട്ടത്തിൽ ഈ ചർച്ചയിലൂടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെ? പ്രത്യേകിച്ച് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലെങ്കിലും ഉടനടി ഒരു പ്രഖ്യാപനം ഉണ്ടാവില്ലേ? റോഷ്നി ഷിഹാസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ മുഖ്യമന്ത്രിയുമായി വനം മന്ത്രി ചർച്ച നടത്തിയതിൽ ഉണ്ടായ ഒരു തീരുമാനം. മാത്രവുമല്ല, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിലുണ്ടായി. മാത്രമല്ല, 19-ാം തീയതി സംസ്ഥാന ബജറ്റാണ്. ആ ബജറ്റിൽ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ ആ ബജറ്റിൽ വലിയൊരു തുക തന്നെ നീക്കിവയ്ക്കാനുള്ള നിർദ്ദേശവും വനം മന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞതായാണ് വിവരം. മുഖ്യമന്ത്രിയും അക്കാര്യത്തിൽ ജാഗരൂകനാണ്. നേരത്തെ അറിയാവുന്ന കാര്യവുമാണ് സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണത്തെ ചൊല്ലി. ഇന്നലെ ഇടുക്കിയിൽ ആക്രമണം നടക്കുന്ന സമയത്ത് വനം മന്ത്രി ജില്ലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ആ വന്യമൃഗ ശല്യം ഉണ്ടാകുന്ന സമയത്തും വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും സംസ്ഥാനത്ത് നഷ്ടപരിഹാര തുക കൊടുക്കാൻ ഒരുപാട് സമയം വൈകുന്നു എന്ന ആക്ഷേപം വ്യാപകമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രതിഷേധത്തിലുള്ളൊരു സാധ്യതയും കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇനി മുതൽ പെട്ടെന്ന് എങ്ങനെ കൊടുത്തു തീർക്കാം എന്നത് സംബന്ധിച്ചാണ് സജീവമായ ചർച്ച പുരോഗമിക്കുന്നത്. വന്യജീവികൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചെല്ലാം വനംവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും വന്യജീവി ആക്രമണം സംസ്ഥാനത്തെ വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ്. നിരന്തരം ആക്രമിച്ച് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും പലയിടങ്ങളിലും കൃഷി നശിപ്പിക്കുകയും വീട് നശിപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതും ഒരു ഭീതിജനകമായ സാഹചര്യം തന്നെയാണ് മലയോര മേഖലയിൽ. ഷിഹാസ്, റോഷ്നി. ശരി, അതാണപ്പോൾ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ തന്നെയാണ്. തുടർച്ചയായി ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സജോ ദേവസിയിലേക്ക് കൂടി പോവാം. സജോ, ഇന്നലെ ഷിബു ബേബി ജോൺ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമേ മാറിയിട്ടുള്ളൂ, ഈ ആനയും ഉദ്യോഗസ്ഥരും മാറിയിട്ടില്ല. അതുകൊണ്ട് അക്രമ സംഭവങ്ങൾ ഇനിയും ഇത്തരത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയല്ല. ഈ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ആശങ്കയും ഭയവും ഒക്കെ ഉണ്ട്. സ്വന്തം കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിടാൻ പോയ ഒരു അമ്മയ്ക്കാണ് ഇത്തരത്തിലൊരു ദുർഗതി, ഒരു മരണം സംഭവിക്കുന്നത്. ആ കുട്ടി ഇപ്പോഴും ഇതാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി അവിടെ വീണ്ടും കാട്ടാന തമ്പടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ജനങ്ങളിൽ വലിയ ഭയമുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കണം, ഈ കാട്ടാനയുടെ ശല്യം അവസാനിപ്പിക്കണം. അതിനുള്ള തീരുമാനങ്ങൾ, ആലോചനകൾ, ചർച്ചകളൊക്കെ എങ്ങനെയാണ് സച്ചിൻ? ഷിഹാസ്, അതായത് കാടിറങ്ങുന്ന കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം അത് തുടർച്ചയായി ഉണ്ടാകുന്നു. ഈ പ്രദേശങ്ങളിലെ മലയോരത്തെ അല്ലെങ്കിൽ വനാതിർത്തി മേഖലകളിലെയും ജനങ്ങളുടെ അതിജീവനം തന്നെ അസാധ്യമാകുന്ന അസാധാരണമായ പ്രതിസന്ധിയും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമ്മുടെ നാട് നേരിടുന്ന ഒരു ഗുരുതരമായ വിഷയമായി മാറുന്നുണ്ടെന്നതാണ് കാണേണ്ടത്. ഇവിടെ സൂര്യനെല്ലിയിലെ കേസ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു 36-കാരിയായ സ്ത്രീക്ക് ജീവൻ നഷ്ടമാകുന്നു. അവർ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയും പോയ ആളാണ്. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. 11ഉം 15ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ആരുമില്ലാത്തവരായി പോവുകയാണ്, അനാഥരായി പോവുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെടുന്നു. അപ്പോൾ എത്ര മനുഷ്യജീവനുകൾ ഇതിനകം തന്നെ നമുക്ക് നഷ്ടമായി. കഴിഞ്ഞ 18 ദിവസത്തെ കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞു എന്നതാണ് വസ്തുത. വേണ്ടത്ര ഗൗരവത്തിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മന്ത്രി പറയുന്നത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ ചർച്ച നടത്തുന്നതിന് മുൻപ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടുകൂടി പരിഗണിക്കും. പക്ഷേ ഫണ്ടിന്റെ വലിയ അപര്യാപ്തതയുണ്ട്. നഷ്ടപരിഹാരം എന്നത് ഈ കാര്യത്തിൽ ഒരു ആദ്യത്തെ ഗഡു പ്രഖ്യാപിച്ചേക്കും ഇന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് സാധാരണ ഇവർ പറയുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു മരണം ഉണ്ടാകുന്നു, അപ്പോൾ ഒരു 10 ലക്ഷം രൂപ, അപ്പോൾ മനുഷ്യരുടെ ജീവന് 10 ലക്ഷം രൂപ വിലയിട്ട് സംവിധാനങ്ങൾ വനം വകുപ്പൊക്കെ ഓടി ഒളിക്കുന്നു, രക്ഷപ്പെടുന്നു എന്നാണ് അവരുടെ ഒരു വിമർശനം. അത് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയല്ല, അത് സംവിധാനങ്ങൾ, ഭരണം എന്നൊരു തുടർച്ചയാണല്ലോ. അപ്പോൾ സംവിധാനങ്ങൾക്കെതിരായ ഒരു വിമർശനമാണ്. അതിൽ ഗൗരവമായുള്ള പരിശോധന ഉണ്ടാകണം. അതിൽ മന്ത്രി മുന്നോട്ട് വെച്ച ഒരു മാതൃക എന്നത് അപകട ഇൻഷുറൻസ്, അതായത് റോഡിൽ അപകടം നടക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ക്ലെയിമാണ് എന്നതുപോലെ
ഈ MACTയുടെ അപകട ഇൻഷുറൻസ് ട്രിബ്യൂണലിന്റെ മാതൃകയിൽ ഒരു ട്രിബ്യൂണൽ സ്ഥാപിച്ച് അതിനുവേണ്ടി പക്ഷെ വലിയ പദ്ധതി വിഹിതം വേണം, ബജറ്റിൽ വിഹിതം വേണം, ആ തുക ലഭ്യമാകണം. മുമ്പൊന്നും കഴിഞ്ഞ തവണയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ തുക ലഭ്യമാകണം. ഒരു സംയോജിത പ്രതിരോധ സംവിധാനം ഒരുക്കണം. നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും പര്യാപ്തമല്ല. അതായത് ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ഒക്കെയാണ്. ചിലയിടത്ത് ട്രെഞ്ചുണ്ട്, ചിലയിടത്ത് മതിൽ പണിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അക്കാര്യത്തിലൊരു സംയോജിതമായി സംസ്ഥാനത്തെ ഇത്തരം പ്രശ്നങ്ങളുള്ള എല്ലാ മേഖലയും ഇന്റർകണക്ട് ചെയ്യുന്ന ഒരു സംയോജിതമായ ഇന്റഗ്രേറ്റഡ് ആയ ഒരു പദ്ധതി വേണം എന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെന്ന് മന്ത്രി പറയുന്നു. ഇതൊക്കെ നല്ലത് തന്നെ, പക്ഷെ നടപ്പാകുമോ എന്നൊരു ചോദ്യം. അതിനിടെ മന്ത്രി പറഞ്ഞൊരു കാര്യം ചെറിയ വിവാദത്തിന് വഴിവെച്ചു. മന്ത്രിസഭ മാത്രമേ മാറിയിട്ടുള്ളൂ, ആനയും ഉദ്യോഗസ്ഥരും മാറിയിട്ടില്ല. അങ്ങനെയല്ല, അതൊരു പക്ഷേ സാന്ദർഭികമായി പറഞ്ഞതാകാം. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ ഗൗരവം ചോർത്തിയല്ല സമീപിക്കേണ്ടത്. ഇവിടെ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് ഭർത്താവിനെയോ പിതാവിനെയോ മാതാവിനെയോ ഭാര്യയെയോ ഒക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ റോഡുകളിൽ ജീവൻ പൊലിയുന്നു എന്നതിനെക്കുറിച്ച് എത്രത്തോളം ഗൗരവത്തോടുകൂടി നമ്മൾ സമീപിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ മനുഷ്യർക്ക് അവിടം വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു, പലായനം ചെയ്യേണ്ടി വരുന്നു. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാനേ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിന്റെ ഗൗരവം ആ അർത്ഥത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. അവരെ കുറ്റവാളികളാക്കി ചിത്രീകരിച്ചതുകൊണ്ട് പ്രശ്നപരിഹാരമാവുകയില്ല. അവിടെ ആളുകൾ വളരെ വൈകാരികമായി പ്രതിഷേധിക്കുന്നത് കണ്ടു. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പെടാൻ പോയ ഒരു അമ്മ തിരിച്ചു വരുന്നില്ല, ആ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരെന്നൊക്കെയുള്ള ചോദ്യം ആളുകളെ അങ്ങനെ വൈകാരികമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ ആ വിഷയത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുബോധ യുക്തി കൊണ്ട് മാത്രം സമീപിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നത് മറ്റൊരു ചോദ്യം. ഏതായാലും ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ പഠിക്കുന്നു എന്ന് മന്ത്രി പറയുന്നുണ്ട്. പഠിക്കണം, പരിഹാരം ഉണ്ടാക്കണം, അതിനുവേണ്ടി ശ്രമിക്കട്ടെ. അപ്പോൾ ബജറ്റ് വിഹിതത്തിന് വേണ്ടിയാണ് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് മന്ത്രി തന്നെ കാണുന്നതിന് മുൻപ് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗൗരവമുള്ള സമീപനം ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകും, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാകും. അങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കില്ലല്ലോ, അങ്ങനെ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ആ ജീവൻ പൊലിഞ്ഞതിലെ വൈകാരികമായ വേദനയുണ്ട്. അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കട്ടെ. അതിനപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരത്തിനുള്ള ഇടപെടലുകൾ വേണം. എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഇടപെടൽ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുതന്നെയാണ് സജോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അത് അവസാനത്തെ ഒരു ആശ്രയമാണ്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് അതിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ്. നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക, കാട്ടാനെ അല്ലെങ്കിൽ മറ്റ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെ ഇല്ലാതാക്കുക, ആ മനുഷ്യന്റെ ജീവൻ ആപത്താകുന്ന തരത്തിൽ ഈ വന്യജീവികളുടെ ഈ ഒരു വിഹാരം ഇല്ലാതാക്കുക. അതിനുള്ള നടപടികൾ എത്രയും വേഗം ഉണ്ടാവട്ടെ. ചർച്ചകൾ തുടരട്ടെ.